ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിനെ ചൊല്ലി KSUവും സർക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇത് നമ്മുടെ സഖാക്കൾ വലിയ രീതിയിൽ കൊണ്ടാടുകയാണ്. ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ശരിക്കും നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണ വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് സഖാക്കൾ എല്ലാം കൂടെ ചെയ്തത്. ഇപ്പോൾ അവരെല്ലാം ജയിലിലാണ്. വീണ വിജയൻ ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം ആദ്യം സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വേണം മറ്റു പാർട്ടിയെ കുറ്റം പറയാനും എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രസ്താവന നടത്തി. ശരിക്കും അത് ശരിയല്ലേ? അതെ, മറ്റാര് ഈ സഹാക്കൾക്കെതിരെ പോസ്റ്റ് ഇട്ടാലും സഹാക്കൾക്ക് അധികം പൊള്ളില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാക്ക് ഇത്രയേറെ പൊള്ളുമെന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ആ ഒരു കമന്റ് ബോക്സിൽ കണ്ടാൽ, അല്ലെങ്കിൽ ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിൽ നോക്കിയാൽ കാണാം ഇവർ എത്രത്തോളം ഒരു ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു കേസിനെ പൊക്കിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തീർക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള ഏതൊക്കെ അറ്റം വരെ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു സ്ത്രീ വിഷയത്തിലുള്ള കേസ് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷെ എങ്കിലും ഇവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ CPM തന്നെ ഒരുപാട് പേരുണ്ടല്ലോ ഇതുപോലെ സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ പെണ്ണ് കേസിലും പെട്ട് ഒരുപാട് സഹാക്കന്മാർ ഈ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ CPMമാർക്കും അല്ലെങ്കിൽ അതുപോലുള്ള സഹാക്കൾക്കും ഒരു ഇരട്ടത്താപ്പ് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാം ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ ശരിയാണ്, ഇതുപോലെ രാഹുൽ മാങ്കൂട്ടം ഇതുപോലെ ഒരു സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ടു, ഒരു കേസ്, ഒരു പ്രതിയാണ്, ഈ ഗർഭഛിദ്രം അടക്കമുള്ള ഈ ഒരു കേസിൽ പ്രതിയാണ്. അതെല്ലാം അവിടുന്ന് മാറിയിക്കട്ടെ. അപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ ഈ ഒരു വെച്ച് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തുടരാൻ ഒരു കാരണവശാലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. സ്വത്തര നടപടി എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം അല്ലെങ്കിൽ പാർട്ടി അംഗത്വം വരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ സ്ഥാനം വരെ ചോദിച്ച് തിരിച്ചു വാങ്ങിച്ച് കോൺഗ്രസിന്റെ വെറും അനുഭാവി എന്ന നിലയിൽ മാത്രമായി കഴിഞ്ഞ ഇലക്ഷന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി ഒരു പ്രചരണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അത് വിജയിച്ച ആ ഒരു പാലക്കാട് മണ്ഡലത്തിൽ പോലും. പക്ഷെ എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി ഉരുളയ്ക്കുപ്പേരി എന്ന കണക്കിന് സഹാക്കൾക്കെല്ലാം മറുപടി കൊടുക്കുന്നതിൽ ഒരു തികച്ചും വ്യാപൃതനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ തുടങ്ങി ഈ ഒരു CPM സഹാക്കൾക്ക് ഒരുപാട് കഷ്ടകാലമായിരുന്നു. കാരണം അവർ പറയുന്നതിനെല്ലാം അതേ ഒരു മീറ്ററിൽ തിരിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. സഹാക്കൾക്ക് മാത്രമല്ലല്ലോ, ഇപ്പോൾ നിയമസഭയിൽ പോലും ഈ ഒരു VD സതീശന് ശേഷം അല്ലെങ്കിൽ VD സതീശൻ മാത്യു കുഴൽനാടൻ അവർക്ക് ശേഷം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് നേരെ എഴുന്നേറ്റ് നിന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ഒരു ആർജവം കാണിച്ച ഒരു യുവാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ ഒരു പോയിന്റിൽ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഭൂതകാലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരികയും MLA സ്ഥാനവും അതുപോലെ പാർട്ടി കാര്യങ്ങളും എല്ലാം വെച്ചൊഴിഞ്ഞ് വെറും അനുഭാവിയായിട്ട് മാത്രം തുടരേണ്ടി വന്നു. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ രാഹുൽ മാങ്കൂട്ടം ഒരു തികഞ്ഞ ക്രോണിക്കൽ പെണ്ണുപിടിയനാണെന്നുള്ള ഒരു നറേറ്റീവിൽ ഇപ്പോഴും തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു കേസിന്റെ ഒരു ഫോളോ അപ്പ് എന്താണെന്നോ, ആ കേസിന്റെ ഭാവിയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബാക്കി നടപടികൾ എന്താണെന്നോ ഉള്ള, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ടും വിട്ടയച്ചത് വിധിയും വന്നിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പ്രതിയാക്കിയ ആ ഒരു വിധിയും വന്നിട്ടില്ല. എന്നാലും ഈ ഒരു CPM സഖാക്കൾക്ക് ഈ ഒരു രാഹുൽ മാങ്കൂട്ടം ഒരു ക്രോണിക്കൽ പെണ്ണുപിടിയൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് ഇതുപോലെ പിണറായി വിജയനെതിരെ തുടർച്ചയായ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ അതുപോലെ കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള എഴുത്തുകളും കൊണ്ട് ഫേസ്ബുക്കിൽ ഈ ഒരു CPMന് വലിയൊരു പ്രതിരോധം തീർക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കലിപ്പ് CPMന് ഉണ്ടാവും. അപ്പോൾ അതാണ് ആ ഒരു കമന്റ് ബോക്സിൽ കാണുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ സംഭവമല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ ഗണേഷ് കുമാർ, മുകേഷ് പോലുള്ളവർ ഒരുപാട് പേര് പെണ്ണ് കേസിൽ, ഗണേഷ് കുമാറിന്റെ അല്ല 5000 പെണ്ണുങ്ങൾ എന്നുള്ള ഒരു വാക്ക് വരെ പ്രയോഗിച്ചിട്ടും ഇപ്പോഴും അദ്ദേഹത്തിനെ ആരും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനോ ഒന്നും വരുന്നില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിരുന്നാലും കമന്റ് ബോക്സിൽ പറയുന്നത് ഈ ഒരു വിഷയത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പം സഖാക്കൾക്കൊരു
വെല്ലുവിളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ആ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകും. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പുതുപ്പള്ളിയിൽ പോയി ആ ഒരു കല്ലറയിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് തെറികളുള്ള കമന്റുകളായിരുന്നു ആ ഒരു പോസ്റ്റിന് കീഴെ വന്നുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം അത് കഴിഞ്ഞ് ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിന് KSU സർക്കാരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വാദപ്രതിവാദത്തിൽ CPM-ന് അവർക്കുണ്ടായിരുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ഈ അലോഷ്യസ് സേവ്യറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ആ ഒരു ശുഷ്കാന്തിക്ക് തിരിച്ച് നല്ല രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മെയ്യിൽ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ വന്നിരുന്നു. 12 സ്ഥലങ്ങളിൽ ഇതുപോലെ റെയ്ഡ് നടത്തി. കൂടാതെ വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റുകളെല്ലാം പരിശോധിച്ചിറങ്ങിയ ആ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകരെല്ലാം ആക്രമിച്ച പ്രതികളെല്ലാം പിടികൂടി ഇപ്പോൾ നിലവിൽ ജയിലിലാണ്. ആ പ്രതികൾ എന്തെടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇതിനെല്ലാം കാരണക്കാരിയായ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ത് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചതിനാണ് ഇത്രയേറെ സഖാക്കൾക്ക് കുരു പൊട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ദേശാഭിമാനി പത്രത്തിൽ ഈ VS അച്യുതാനന്ദന്റെ ആ ഒരു അനുസ്മരണം ഉൾപ്പെടുത്തിയ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാത്തതിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ഒരു ചോദ്യത്തിന് കീഴെയും ഇതുപോലെ ഉത്തരം മുട്ടിയ സഹാക്കൾ ആ ഒരു ചുരുഞ്ഞു തീർക്കുകയാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള മറുപടിയല്ല, വെറും അസഭ്യം, പച്ചപ്പുലപ്പിയും അല്ലെങ്കിൽ പെണ്ണുപിടിയാന്നുള്ള അല്ലെങ്കിൽ ഗർഭം കലക്കി എന്നുള്ള കമന്റുകൾ മാത്രമാണ് ഇതിൽ കിടക്കുന്നത്. ഒരിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരെ ഇതുപോലെ ഒരു ചൊറിഞ്ഞ കമന്റ് ഇടാൻ ഈ സഹാക്കൾ തയ്യാറായി എന്നുള്ളതാണ്. ഈ നമ്മളുടെ ഈ ഗണേഷ് കുമാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, UDF മന്ത്രിസഭയിലായിരുന്നപ്പോൾ ഗാർഹിക പീഡനത്തിന് ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം എഴുതി ചോദിച്ച് രാജിവെപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ കോൺഗ്രസ് പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു രാജിയും ചോദിച്ചു വാങ്ങിയത്. പക്ഷേ LDF എത്തിയപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ത്രീപരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നിട്ടും ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുകേഷിനെതിരെ നടപടിയെടുത്തിട്ടില്ല. മുമ്പ് CPM-ലെ ഒരു ഗർജിക്കുന്ന പുലിയായിരുന്ന PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. എല്ലാത്തിനെയും തികച്ച് ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ നടപടികളോ ആയിരുന്നു. ശശിയുടെ ഈ ഒരു പീഡന കേസിന്റെ കാര്യത്തിൽ തീവ്രത പോരാ എന്നായിരുന്നു ഈ ഒരു പാർട്ടി കോടതിയുടെ ഒരു നിഗമനം. ഇത്രയേറെ, അതായത് ചെയ്യുന്ന പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള സ്കെയിലും അല്ലെങ്കിൽ മുഴക്കോലും തൂക്കി അടക്കുന്ന സഹാക്കളാണ് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ സ്വന്തം പാർട്ടിക്ക് കൊള്ളുന്ന ഈ ഒരു കുത്തലിന് തിരിച്ച് ചുരുഞ്ഞു തീർക്കുന്നത്. പക്ഷേ ഈ സഹാക്കൾ ആലോചിക്കണം, ഇതാണ് വ്യക്തമായിട്ടുള്ള ഇരട്ടത്താപ്പെന്ന്.